ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ യാഗമാക്കിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സദൃശവാക്യം 31 അധ്യായത്തിൽ നിന്നും ലഭിച്ച ചില ചിന്തകൾ കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ച പ്രിയ ലൗലിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. സദൃശവാക്യം 31 അധ്യായം ആദ്യ വാക്യങ്ങളിൽ കാണുന്നത് പോലെ ലെമുവേൽ രാജാവിൻ്റെ വാക്കുകളാണ്. തൻ്റെ മാതാവ് തനിക്ക് കൊടുത്ത ഉപദേശമാണത്. ലെമുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് അഥവാ ദൈവത്തിൻ്റെ വക എന്നാണ്. ലെമുവേൽ രാജാവ് ആരാണെന്നതിനെക്കുറിച്ച് ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. ഈ അധ്യായം നമുക്ക് രണ്ടായി തിരിക്കാം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് 2 കഥാപാത്രങ്ങളെ കാണാം. ലെമുവേൽ എന്ന രാജാവും അമ്മയും. ആ മാതാവ് രാജാവായ മകന് നേരിട്ട് നൽകുന്ന ഉപദേശങ്ങളാണ് 9 വരെയുള്ള വാക്യങ്ങൾ. പ്രാചീന ലോകത്തിലെ വിസ്ഡം ലിറ്ററേച്ചറിൽ കാണുന്ന അതേ മാതൃകയാണ് ഇവിടെ പിന്തുടർന്നിരിക്കുന്നത്. രാജാക്കന്മാരും ന്യായാധിപന്മാരും പാലിക്കേണ്ടുന്ന മാർഗനിർദ്ദേശ രേഖയായിട്ടാണ് ഇരിക്കുന്നത്. ഈ മാർഗനിർദ്ദേശ രേഖ ഇന്ന് ജീവിക്കുന്ന തലമുറയ്ക്ക് പകർന്നു നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇത് മാർഗനിർദ്ദേശ രേഖ മാത്രമല്ല, ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. രാജാവിൻ്റെയും ന്യായാധിപൻ്റെയും പ്രാഥമിക കടമ ജനത്തിന് ശരിയായ രീതിയിൽ ന്യായം നടത്തിക്കൊടുക്കുക എന്നതാണ്. ഈ കടമയിൽ വീഴ്ച എപ്രകാരം ഉണ്ടാകുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നിത്യാദി കാര്യങ്ങളാണ് ഈ അമ്മ ഉപദേശിച്ച് നൽകുന്നത്. രാജാവിൻ്റെ അഥവാ ഭരണകർത്താവിൻ്റെ ശ്രദ്ധ സുഖലോലുപത്വത്തിലേക്കും ജഡാഭിലാഷത്തിലേക്കും തിരിഞ്ഞുപോയാൽ അവിടെ നീതിയും ന്യായവും നടപ്പാക്കുവാൻ സാധിക്കാതെ വരും. വാക്യം 3. രാജാവ് ഇന്ദ്രിയജയം ഉള്ളവനായിരിക്കണം. സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധം രാജാവിനെ ബലഹീനനാക്കുന്നു. ദാവീദിൻ്റെയും ശലോമോൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ നിമിത്തം പിൻതലമുറയ്ക്ക് സംഭവിച്ച പ്രത്യാഘാതങ്ങൾ നമുക്കറിയാമല്ലോ. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആണ് രണ്ടാമത്തെ മുന്നറിയിപ്പ് കാണുന്നത്. രാജാവ് ഒരിക്കലും മദ്യത്തിനടിമയാകരുത്. ശാരീരികവും മാനസികവുമായ ശരിയായ അവസ്ഥയിലുള്ള ഒരു രാജാവിന് മാത്രമേ നീതിപൂർവം ഭരണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ചെയ്യുവാൻ പാടില്ലാത്ത 2 കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പും അതിൻ്റെ പ്രത്യാഘാതങ്ങളും പറഞ്ഞ ശേഷം രാജാവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് 8-9 വാക്യങ്ങളിൽ പരാമർശിക്കുന്നത്. എളിയവനും ദരിദ്രനും വേണ്ടി നിലകൊള്ളുക എന്നത് ഒരു രാജാവിൻ്റെ പരമപ്രധാനമായ കടമയാണ്. സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് എളിയവനും ദരിദ്രനും. എല്ലായിടത്തു നിന്നും അവഗണനയും പീഡയും ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിച്ച് അവർക്ക് നീതി നടപ്പാക്കുക എന്നതിൽ രാജാവ് ശ്രദ്ധാലുവായിരിക്കണം. രാജാവിന് വേണ്ടുന്ന സവിശേഷ ഗുണങ്ങൾ ആദ്യത്തെ 2 കാര്യങ്ങൾ മദ്യവും സ്ത്രീയും ഉപേക്ഷിക്കുകയും, മൂന്നാമത്തേത് എളിയവരോടുള്ള കർത്തവ്യം ഭരണക്രമത്തിൻ്റെ ഭാഗമാക്കുകയും വേണം. ഈ രാജമാതാവിന് തൻ്റെ പുത്രനിൽ നല്ല സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു എന്നതിൻ്റെ തെളിവാണ് അമ്മയുടെ ഉപദേശങ്ങൾ താനിവിടെ പ്രസ്താവിക്കുന്നത്. അതുപോലെ പിതാക്കന്മാരുടെ ഉപദേശം പൂർണ്ണമായും പിൻപറ്റിയ ഒരു കുടുംബത്തെ നമുക്ക് യിരെമ്യാ പ്രവചനം 35 അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. രേഖാഭ്യഗ്രഹം. ദൈവിക പ്രമാണങ്ങൾ മക്കൾക്കും വരുന്ന തലമുറകൾക്കും ഉപദേശിച്ചു കൊടുക്കുക എന്നത് പ്രായമായ മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. ഈ അധ്യായത്തിൻ്റെ 2ാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് സാമർഥ്യമുള്ള ഭാര്യയെപ്പറ്റിയാണ്. 31 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗം എബ്രായ ഭാഷയിലെ മനോഹരമായ ഒരു കവിതയാണ്. എബ്രായ കവിതയുടെ എല്ലാ സൗന്ദര്യവും ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. ഈ കവിത അക്രോസ്റ്റിക് പോയം അഥവാ സൂത്രാക്ഷര ശ്ലോകത്തിൽ രചിക്കപ്പെട്ടതാണ്. എബ്രായ അക്ഷരങ്ങൾ ക്രമാനുക്രമമായി 22 വാക്യങ്ങൾ വ്യത്യസ്തമായ അക്ഷരങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം ഒരു മാതൃകാ ഭാര്യയുടെ ഗുണവിശേഷങ്ങൾ A to Z ക്രമത്തിലുള്ള ഒരു സർഗ വിവരണമാണ്. സദൃശവാക്യം 18-22 സൂചിപ്പിച്ചിരിക്കുന്ന ഭാര്യ എപ്രകാരം ആയിരിക്കണം എന്ന ആശയം വികസിപ്പിച്ചെടുത്തതാണ് 31 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്.
ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു എന്നാണ് അവിടെ പറയുന്നത്. എപ്രകാരമുള്ള ഭാര്യയെ കിട്ടുന്ന വ്യക്തിക്കാണ് നന്മ കിട്ടുന്നത് എന്ന് ഇവിടെ നാം കാണുന്നു. സദൃശവാക്യം മുഴുവനായി കാണുന്ന ജ്ഞാനത്തിൻ്റെ ആൾരൂപമാണ് ഈ ഉത്തമ ഭാര്യ. അവളുടെ ശ്രേഷ്ഠമായ ഗുണവിശേഷങ്ങൾ മനോഹരമായ സാഹിത്യ സൗന്ദര്യത്തോടെ ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഗുണവിശേഷങ്ങൾ ഓരോന്നായി വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.